ഇന്ത്യ പാക് സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ അതിർത്തി ഗ്രാമങ്ങളിലും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും പലതവണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. മെയ് 7-ന് രാജ്യത്ത് നടത്തിയ മോക്ക് ഡ്രില്ലിലും വാർത്തകളിൽ നിറഞ്ഞത് ബ്ലാക്ക് ഔട്ടാണ്. എന്താണ് ബ്ലാക്ക് ഔട്ട്? സംഘർഷ സാഹചര്യത്തിൽ നടപ്പാക്കുന്ന ബ്ലാക്ക് ഔട്ടിന്റെ ലക്ഷ്യമെന്ത്? യുദ്ധകാലത്തും യുദ്ധസമാന സാഹചര്യങ്ങളിലും വ്യോമാക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെ എല്ലാ ലൈറ്റുകളും സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഔട്ട്. പൊതുജനങ്ങളോട് എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യാനും ജനറേറ്റർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിക്കും. രാത്രികാലത്ത് തന്ത്രപ്രധാന നിർമ്മിതികൾ ശത്രുപക്ഷത്തിന്റെ പോർ വിമാനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കാനാണ് ഈ നടപടി. ശത്രുക്കളുടെ നിരീക്ഷണത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, യുദ്ധസമയത്ത് ജനങ്ങൾക്ക് മുന്നൊരുക്കത്തിനും ഇത് സഹായിക്കും. രാജ്യത്തിന്റെ സിവിൽ ഡിഫൻസ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം കൂടിയാണ് ബ്ലാക്ക് ഔട്ട്. പെട്ടെന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ തന്ത്രപരമായി നേരിടാനും പ്രാഥമിക പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും. ബ്ലാക്ക് ഔട്ടിലെ പ്രധാന നിയമങ്ങൾ എന്തൊക്കെ? ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചാൽ പ്രകാശം പരമാവധി കുറയ്ക്കുന്നതിന് പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. എമർജൻസി സൈറൻ മുഴങ്ങിയാൽ ഉടൻ തന്നെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യണം. വീടുകളിൽ ജനാലകൾ അടച്ച് പ്രകാശം പുറത്തേക്ക് കടക്കാത്ത കർട്ടനുകൾ ഇടണം. അതിർത്തി നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പ്ലാന്റുകൾ, ഡാമുകൾ, സർക്കാർ സേനാ കെട്ടിടങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രകാശവും നിയന്ത്രിക്കും. വഴിവിളക്കുകളിലെയും ഹൈമാസ് ലൈറ്റുകളിലെയും പ്രകാശം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കും. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾക്കും ടെയിൽ ലൈറ്റുകൾക്കും മീതെ കറുപ്പ് നിറത്തിലെ ടേപ്പ് ഒട്ടിക്കുകയും ചെയ്യും. നിലത്ത് വെളിച്ചം പ്രതിഫലിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് പ്രധാനം. 5000 അടി ഉയരത്തിൽ പോലും പ്രകാശം കാണാൻ പാടില്ല. വ്യോമാക്രമണ മുന്നറിയിപ്പ് ലഭിച്ചാൽ ഫാക്ടറികൾക്കുൾപ്പെടെ ക്രാഷ് ബ്ലാക്ക് ഔട്ട് ബാധകമാണ്. മുമ്പും യുദ്ധകാലത്ത് ബ്ലാക്ക് ഔട്ടിന് പ്രാധാന്യമുണ്ടായിരുന്നു. 1942-ൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഡൽഹൌസി പ്രഭുവിന് നേരെ ബോംബാക്രമണം ഉണ്ടായതിനു ശേഷവും കൊൽക്കത്തയിലെ പ്രധാന കെട്ടിടങ്ങളിൽ കറുത്ത പെയിന്റ് അടിച്ചിരുന്നു. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാക് യുദ്ധസമയത്ത് ജമ്മു കശ്മീർ, രജൌരി, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചാൽ അധികൃതരുടെ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പൊതുജനങ്ങൾ പാലിക്കേണ്ടതും നിർണായകമാണ്.